നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. പിന്നെ നമ്മുടെ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമ്മളൊരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഫേസിൽ എന്താണെങ്കിലും ചുളികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ഡ്രൈനസും ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എപ്പോഴും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. പിന്നെ ചിലരുടെ ഫേസിൽ ചെറിയ കുത്തു പോലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. ആ ഒരു പാടുകളൊക്കെ മാറ്റാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുള്ള ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്രേറ്റർ എടുക്കുക. ഗ്രേറ്ററിൻ്റെ ചെറിയ കള്ളിയിലൂടെ നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഞാൻ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് പ്യുവർ പൊട്ടറ്റോ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പം നല്ല പ്യുവറായിട്ടുള്ള പൊട്ടറ്റോ ജ്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇത് പൊട്ടറ്റോ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് തേനും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ചിലരുടെ ഫേസിൽ നമുക്ക് ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. അതേപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വരാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.